ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂരിൽ ഓയിൽ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായത് തൊഴിലാളികളുടെ ഇടപെടൽ. രാജ്യത്തെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന ക്രൂരദൃശ്യങ്ങൾ കാണാൻ സമയമില്ലെന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം അപലപനീയമെന്ന് ലോയേഴ്സ് കോൺഗ്രസ്. കുട്ടികളുടെ അഭിരുചിക്കും കാലത്തിന്റെ മാറ്റത്തിനും അനുസരിച്ചായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ. എലിസ്റ്റോ ടഫ സീസൺ 12 ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂരിൽ ഓയിൽ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തൊഴിലാളികളുടെ ഇടപെടലാണ് നിർണായകമായത്. രാത്രി 10:30 തീ കണ്ട തൊഴിലാളികൾ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. 9 മണിക്കൂറിന് ശേഷമാണ് തീ അണയ്ക്കാനായത്. വെസ്റ്റ് മാഹി രേണുക ഓയിൽ മില്ലിൽ നിന്നും തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട തൊഴിലാളികൾ രാത്രി 10:30 മീഞ്ചന്ത അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഇ ഷിഹാബുദ്ദീന്റെ നേതൃത്വത്തിൽ ആദ്യം 3 യൂണിറ്റ് സ്ഥലത്തെത്തി. ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ കമ്പനിയിലെ ടാങ്കിൽ നിന്നും വെളിച്ചെണ്ണ പരന്നൊഴുകി തീ അതിവേഗം വ്യാപിച്ചു. ഇതിനിടെ തീപിടിച്ച ലോറിയുടെ ടാങ്ക് പൊട്ടിത്തെറിച്ച് കമ്പനിയിലാകെ തീ പടരുകയായിരുന്നു. ഇതോടെ ജില്ലയിലെ മറ്റ് നിലയങ്ങളിലേക്കും സന്ദേശം നൽകി കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചു. ജില്ലാ ഫയർ ഓഫീസർ ജോസഫ്, മീഞ്ചന്ത നിലയം ഓഫീസർ പി കെ ശരത് എന്നിവരുടെ നേതൃത്വത്തിൽ 9 മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ രാവിലെ 7 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പിന്നീടും കൊപ്ര സൂക്ഷിച്ച ഭാഗത്തു നിന്നും പുക ഉയർന്നതോടെ 4 യൂണിറ്റ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. കമ്പനിയുടെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ നിലം പതിച്ചത് രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ ചെറിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. കൊപ്ര കൂട്ടിയിട്ട ഭാഗത്ത് തീ അണയ്ക്കാൻ സേനാംഗങ്ങൾ ഏറെ പ്രയാസപ്പെട്ടു. വെള്ളമൊഴിക്കും തോറും കൊപ്രയ്ക്കുള്ളിൽ നിന്നും വീണ്ടും തീ പടരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് യന്ത്രസഹായത്തോടെ കൊപ്ര കൂനകൾ ഇളക്കി മാറ്റി വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത്. ഞായറാഴ്ച രാത്രി 7 മണിക്ക് മില്ലിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. 50 ജീവനക്കാരിൽ 30 പേർ അതിഥി തൊഴിലാളികളാണ്. ഇവർ മില്ലിന്റെ വളപ്പിൽ തന്നെയാണ് താമസം. തീപിടുത്തമുണ്ടായ സമയത്ത് ഓയിൽ മില്ലിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വെളിച്ചെണ്ണയിൽ തീ വ്യാപിച്ച് പ്രദേശത്താകെ വലിയ തോതിൽ പുക പടർന്നതും നാട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. രാജ്യത്തെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന പോലീസിന്റെ ക്രൂരദൃശ്യങ്ങൾ കാണാൻ സമയമില്ലെന്ന് പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം അപലപനീയമെന്ന് ലോയേഴ്സ് കോൺഗ്രസ്. ഈ വിഷയത്തിൽ സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കോടതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തോട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ മാത്യു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MB ബിനോയ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളെ സമരക്കാർ ആക്രമിക്കുന്നതിന്റെ വീഡിയോ കാണാൻ സമയമില്ലെന്നും ധാരാളം ജോലിയുണ്ടെന്നുമുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം അപലപനീയവും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ജനാധിപത്യത്തെ അടിച്ചമർത്തുന്ന ഗവൺമെന്റിന്റെ സ്ഥാനം ചരിത്രത്തിൽ ചവറ്റുകുട്ടയിലായിരിക്കുമെന്നും അധ്യക്ഷൻ പരാമർശിച്ചു. മനു അർജുൻ ഭരണഘടനയുടെ ആമുഖം ചൊല്ലിക്കൊടുത്തു. മാത്യു കട്ടിക്കാന, പി രാജേഷ് കുമാർ, KM ഖാദിരി, ജയപ്രശാന്ത് ബാബു, VT നിഹാൽ, O ശരണ്യ, മുസ്തഫ, ബൈജു, മനു രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കുട്ടികളുടെ അഭിരുചിക്കും കാലത്തിന്റെ മാറ്റത്തിനും അനുസരിച്ചായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിജയോത്സവം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിജയോത്സവം 2026 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അഭിരുചിക്കും കാലത്തിന്റെ മാറ്റത്തിനും അനുസരിച്ചായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ പറഞ്ഞു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും SSLC, HSS എന്നിവയ്ക്ക് ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും LSS, USS നേടിയവരെയും നാഷണൽ ഇന്റർനാഷണൽ ജേതാക്കളെയും അനുമോദിക്കുന്ന വിജയോത്സവം 2026 കോഴിക്കോട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വരും വർഷങ്ങളിൽ 100% വിജയം കരസ്ഥമാക്കിയ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെയും ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും കോർപ്പറേഷന്റെ അനുമോദന ചടങ്ങിൽ വിവേചനം കൂടാതെ പങ്കെടുപ്പിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സാറ ജാഫറും പൊറ്റമ്മൽ വാർഡ് കൗൺസിലർ ടി റനീഷും ഉറപ്പു നൽകി. മുൻ സർക്കാരിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സർക്കാർ അൺഎയ്ഡഡ് സ്കൂളുകളോടും മാനേജ്മെന്റിനോടും വിദ്യാർത്ഥികളോടും അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് KRSMA സംസ്ഥാന പ്രസിഡന്റ് ആനന്ദ് കണ്ണശ അഭിപ്രായപ്പെട്ടു. KRSMA സംസ്ഥാന ട്രഷറർ രാഘവ ചേരാൾ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ഹാരിഫ്, ചിന്മയ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ രാംദാസ്, KRSMA ഭാരവാഹികളായ CP അബൂബക്കർ, PV അനൂപ് കുമാർ, PK വിലാസിനി, AK അബ്ദുള്ള, R ദിലീഷ്, കോഡ് റോബോ CEO രജനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോഡ് റോബോ ആൻഡ് റോബോട്ടിക്സ് തയ്യാറാക്കിയ കോഡ് റോബോ റോബോട്ടിക്സ് ആൻഡ് AI പ്രാക്ടിക്കൽ ഗൈഡ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ് എന്ന ബുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KRSMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ S വിക്രമന് നൽകി പ്രകാശനം ചെയ്തു. ജനറൽ സെക്രട്ടറി TP മുനീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് ബഷീർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എലിസ്റ്റോ ടഫ സീസൺ 12 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് ആവേശകരമായ സമാപനം. കോഴിക്കോട് ചെറുവണ്ണൂർ അഡ്രസ് ടർഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ യങ്സ്റ്റേഴ്സ് വിഭാഗത്തിൽ ടർഫ് മാസ്റ്റേഴ്സും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അൽമാസും ജേതാക്കളായി. മാസ്റ്റേഴ്സ് വിഭാഗം ഫൈനലിൽ മിയോറ ഗോൾഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 6-5 പരാജയപ്പെടുത്തിയാണ് അൽമാസ് കിരീടം സ്വന്തമാക്കിയത്. യങ്സ്റ്റേഴ്സ് വിഭാഗം ഫൈനലിൽ ഡയമണ്ട് FCയെ 3-1 കീഴടക്കിയാണ് ടർഫ് മാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരായത്. വ്യക്തിഗത പുരസ്കാരങ്ങളിൽ യങ്സ്റ്റേഴ്സ് വിഭാഗത്തിൽ ടർഫ് മാസ്റ്റേഴ്സിന്റെ നബീൽ മാൻ ഓഫ് ദി മാച്ചിന് അർഹനായി. യങ്സ്റ്റേഴ്സ് വിഭാഗത്തിലെ ഇഫ്രാൻ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും സ്വന്തമാക്കി. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അൽമാസിന്റെ ഫാരിസ് മാൻ ഓഫ് ദി മാച്ചായി. അൽമാസിന്റെ ആമിറാണ് മാസ്റ്റേഴ്സ് കാറ്റഗറിയിലെ ഗോൾഡൻ ബോളിനും ഗോൾഡൻ ബൂട്ടിനും അർഹനായത്. മികച്ച ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ഹാറൂൺ നേടി. എമർജിംഗ് പ്ലെയറായി ഫലാഹ് ഫൈസൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ ടഫ ചെയർമാൻ ആദം ഒജി അധ്യക്ഷനായിരുന്നു. എലിസ്റ്റോ സോളാർ MD സഹദ് ബംഗ്ല, സജേഷ് കുമാർ, വസീം K, ഷാഹിർ അലി, അനൂപ് എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. സെക്രട്ടറി PV യൂനുസ്, ട്രഷറർ ഹാഷിം കടക്കലകം, KM അക്താബ്, PM താജുദ്ദീൻ, സാലിഹ് ബറാമി, ഷഫീഖ് അറക്കൽ, മജസൂം അലി, SV സഫർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതിഭകൾക്ക് DYFI കുതിരവട്ടം യൂണിറ്റിന്റെ ആദരം. SSLC +2 വിജയികളും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുമാണ് ആദരമൊരുക്കിയത്. ആദരവ് പരിപാടി ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ യുവസമൂഹത്തെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുകയും നാട് പതറിപ്പോയ കാലങ്ങളിലൊക്കെയും നാടിന് കാവലാളാവാനും ദുരന്തങ്ങളിൽ സ്നേഹമുഖമായി നിലകൊള്ളാനും DYFI കുതിരവട്ടം യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. കലാസാംസ്കാരിക മേഖലകളിൽ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കുതിരവട്ടം പ്രദേശത്തു നിന്നും പഠന മികവിലും കലാസാംസ്കാരിക കായിക രംഗത്തും പ്രതിഭകളായി മാറിയവരെയും DYFI കുതിരവട്ടം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. SK സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണവും അവർ നിർവഹിച്ചു. നമുക്കറിയാം, SSLCയും +2 യഥാർത്ഥത്തിൽ ഏതൊരു ആളുടെയും ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണെന്ന് വേണമെങ്കിൽ പറയാം. SSLC നിങ്ങളുടെ ജനറൽ വിദ്യാഭ്യാസം തീരുകയും നിങ്ങൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് മേഖലകളിലേക്ക് +1 മുതൽ പോവുകയും ചെയ്യുകയാണ്. 10ാം ക്ലാസ് വരെ മാത്രമേ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ സെലക്റ്റീവായിട്ട് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 10ാം ക്ലാസ് പഠനം എത്തുമ്പോഴത്തേക്കും കുട്ടികൾ അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കാൻ പ്രാപ്തരാകും. എനിക്ക് കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് ഏത് മേഖലയാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ പ്രാപ്തരാകുമെന്നാണ് നമ്മൾ കരുതുക. DYFI കുതിരവട്ടം യൂണിറ്റ് സെക്രട്ടറി അഖിൽ PK അധ്യക്ഷനായിരുന്നു. CPIM പറയഞ്ചേരി ലോക്കൽ സെക്രട്ടറി N ശ്രീപാൽ, DYFI പറയഞ്ചേരി മേഖലാ സെക്രട്ടറി അരുൺ ദിവാകരൻ, P ദിവാകരൻ, ചേമ്പിൽ വിവേകാനന്ദൻ, K അജിത് കുമാർ, ബിജു EP തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് DYFI കുതിരവട്ടം യൂണിറ്റ് പ്രസിഡന്റ് P സുരേഷ്, പറയഞ്ചേരി മേഖലാ പ്രസിഡന്റ് മനു M തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ ഗിരീഷ് PC പാലത്തിന്റെ ആദ്യ നോവൽ സാലിക പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ഇന്ദു മേനോനിൽ നിന്നും നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ പുസ്തകം ഏറ്റുവാങ്ങി. രോഗങ്ങളും അവശതകളും അതിജീവിക്കാനാണ് വേദനകൾക്കിടയിലും ഗിരീഷ് നോവലുമായും നാടകവുമായും എത്തുന്നത്. സീരിയലുകളുടെ തിരക്കഥാകൃത്തും പുരസ്കാരങ്ങൾ നേടിയ നാടകങ്ങളുടെ സംവിധായകനുമാണ് ഗിരീഷ് PC പാലം. പള്ളിക്കൂടം, രാ എന്നീ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു. 15 വർഷം മുൻപാണ് ഗിരീഷിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അടുത്തിടെ വീണ്ടും വൃക്ക തകരാറിലായി. ഇതിനോടൊപ്പം കരളിനും രോഗം ബാധിക്കുകയായിരുന്നു.
ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി നാട്ടുകാരും സഹപാഠികളും നാടക പ്രവർത്തകരും ശ്രമം തുടരുകയാണ്. രോഗങ്ങൾക്കിടയിലാണ് ആദ്യ നോവൽ ഗിരീഷ് എഴുതി പൂർത്തിയാക്കിയത്. ഗിരീഷിന്റെ പുസ്തകങ്ങൾ വിറ്റുകിട്ടുന്ന തുകയും സെപ്റ്റംബർ 12-ന് 2 ഷോകളിലായി അരങ്ങേറുന്ന നാടകത്തിൽ നിന്നും ലഭിക്കുന്ന തുകയും ഗിരീഷിന്റെ ചികിത്സയിലേക്കാണ് ചെലവിടുക. ഗിരീഷിന്റെ ആദ്യ നോവൽ സാലിക കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അഭിനേതാവ് ഉണ്ണിരാജ പുസ്തകം ഏറ്റുവാങ്ങി. ഇന്ദു മേനോൻ പ്രകാശനം നിർവഹിച്ചു. നാടകത്തിന് ഒരു വലിയ കലയായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും സാമ്പത്തിക പിന്തുണയും വളരെ അത്യാവശ്യമാണ്. ഒരു സിനിമയെ നോക്കിയാലും നമുക്ക് അത് തന്നെ കാണാം. പക്ഷെ ഇന്നും നാടകത്തിൽ പുണർന്നുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പം ഞാൻ ആലോചിക്കുക, ഇവരെന്തൊക്കെയായിരിക്കും തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഗിരീഷ് എഴുതി റിതം ഹൗസും നാടകം പൂക്കുന്ന കാടും അവതരിപ്പിക്കുന്ന അനാമികളുടെ വിലാപം എന്ന നാടകത്തിന്റെ ബ്രോഷറും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സംവിധായകൻ സുധീർ അമ്പലപ്പാട് അധ്യക്ഷനായിരുന്നു. ഗിരീഷിന്റെ 10ാം ക്ലാസ് സഹപാഠികളുടെ അലംനെ കൂട്ടായ്മയായ എൽ ഇല കൂട്ടം സ്വരൂപിച്ച ധനസഹായം ചടങ്ങിൽ ഗിരീഷിന് കൈമാറി. അഭിനേതാക്കളായ മണികണ്ഠൻ ആചാരി, അപ്പുണ്ണി ശശി, പ്രദീപ് ബാലൻ, കബനി സൈറ, നാടകപ്രവർത്തകൻ സതീഷ് കെ സതീഷ്, ഗാനരചയിതാവ് രമേഷ് കാവിൽ, PP നൌഷീർ, സജു കുറിഞ്ഞോളി, ഗിരീഷ് PC പാലം തുടങ്ങിയവർ സംസാരിച്ചു. CS രാജേഷിന്റെ ചൊല്ലരങ്ങും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അങ്കണവാടികളും ആയുർവേദ മെഡിക്കൽ അസോസിയേഷനും ചേർന്ന് മഴക്കാല ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ 51ാം ഡിവിഷൻ കൗൺസിലർ സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പ് ICDS അർബൻ 4-ലെ 51ാം ഡിവിഷനിലെ അങ്കണവാടികളും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സിറ്റി സൗത്ത് ഏരിയയും സംയുക്തമായാണ്
ഗുരുകുലം അങ്കണവാടി ഹാളിൽ വെച്ച് മഴക്കാല ആരോഗ്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും ഭക്ഷ്യമേളയും നടത്തിയത്. ഡിവിഷൻ കൗൺസിലർ സുരേശൻ ഉദ്ഘാടനം ചെയ്തു. നോക്കിയപ്പോൾ 19 വിധം ഐറ്റംസും സാധനങ്ങളും പല തരത്തിലുള്ള രുചികൾ കൂടിയിട്ടുള്ള പദാർത്ഥങ്ങളാണുള്ളത്. മുതിരയടക്കം നമ്മുടെ പഴയ കാലങ്ങളിൽ ഓർമ്മിക്കുന്ന ഒഴുക്കടക്കമുണ്ട്. അപ്പോൾ നല്ലൊരു സമീപനമായിട്ടാണ് കൊണ്ടുവരുന്നത്. ICDS സൂപ്പർവൈസർ ശരത്നമ്മ അധ്യക്ഷയായിരുന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷനിൽ ചേർന്നിട്ട് മഴക്കാല രോഗങ്ങൾ പിന്നെ ഒപ്പം തന്നെ മഴക്കാലത്ത് ഭക്ഷണ രീതികൾ എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു ഫുഡ് എക്സ്പോയാണ് ഇത് ഗുരുകുല അംഗൻവാടിയിൽ വെച്ച് നടത്തിയിരിക്കുന്നത്. AMA സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഡോക്ടർ ചിത്രകുമാർ, ഏരിയ സെക്രട്ടറി ഡോക്ടർ ധന്യ, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ശ്രുതി എന്നിവർ സംസാരിച്ചു. മഴക്കാലത്ത് എന്തെല്ലാം ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചിട്ടും നമ്മുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷ്യമേളയിൽ പങ്കെടുത്ത വിജയികൾക്ക് കൗൺസിലർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അങ്കണവാടി വർക്കർമാരായ സുനിത നായർ, പുഷ്പ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ എസ് ജാനകി അനുസ്മരണം നടത്തി. സംഗീതജ്ഞൻ ശിവൻ ഉച്ചക്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ എസ് ജാനകി അനുസ്മരണം നടത്തി. സംഗീതജ്ഞൻ ശിവൻ ഉച്ചക്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കലാവേദി ചെയർമാൻ PN പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. PP ഉമ്മർ, ബാബു സർവോത്തമൻ, T സുധാകരൻ, PN പ്രേമരാജ്, വസീം അഹമ്മദ് എന്നിവർ സംസാരിച്ചു. T മുരളീധരൻ സ്വാഗതവും NM സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് എസ് ജാനകി ആലപിച്ച ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഗാനമേളയും നടത്തി. ലൈബ്രറിയിലെ 20 ഗായകന്മാർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ കുട്ടികൾക്കായി ഭഗവത്ഗീത മത്സരം സംഘടിപ്പിച്ചു. പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 100-ലേറെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വിദ്യാർത്ഥികൾക്കായി ഭഗവത്ഗീത മത്സരം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ലക്ഷ്മി ശിവകുമാർ അധ്യക്ഷയായിരുന്നു. അസോസിയേഷന്റെ സ്ഥാപക മെമ്പറായിരുന്ന കമലം K മേനോൻ 1982 മുതലാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗീതാ മത്സരം ആരംഭിച്ചത്. പരിപാടിക്ക് ഗിരിജ മേനോൻ, രമണി മോഹൻ, ഗീതാ കരുണാകരൻ, ലക്ഷ്മി നന്ദകുമാർ, രുക്മിണി വിജയൻ, രാധാമണി മോഹനചന്ദ്രൻ, ഉഷ രവി, പൂർണിമ മേനോൻ, ഗീത വേണുഗോപാല മേനോൻ, സിതാര സേതു, സരോജക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 100ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂരിൽ ഓയിൽ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായത് തൊഴിലാളികളുടെ ഇടപെടൽ. രാജ്യത്തെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന ക്രൂരദൃശ്യങ്ങൾ കാണാൻ സമയമില്ലെന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം അപലപനീയമെന്ന് ലോയേഴ്സ് കോൺഗ്രസ്. കുട്ടികളുടെ അഭിരുചിക്കും കാലത്തിന്റെ മാറ്റത്തിനും അനുസരിച്ചായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ. എലിസ്റ്റോ ടഫ സീസൺ 12 ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.